Section 2(OE) Primary Tourism Cooperative Society means a society having its area of operation confirmed to a taluk and the principle of which is to promote, organize and assist tourism activities. അതായത് പ്രവർത്തന പരിധി ഒരു താലൂക്കിൽ പരിമിതപ്പെടുത്തിയിട്ടുള്ളതും ടൂറിസം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും സംഘടിപ്പിക്കുന്നതും സഹായിക്കുന്നതുമായ സഹകരണ സംഘം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ പറയുകയാണ് provided that those societies in existence on the 5th day of July 2018 having more than one taluk as its area of operation shall restrict such area of operation to the taluk where the headquarters of the society is situated within a period of 1 year from that date. എന്നാൽ 2018 ജൂലൈ 5-ന് നിലവിലുണ്ടായിരുന്നതും ഒന്നിലധികം താലൂക്കുകൾ പ്രവർത്തനപരിധിയുമായിട്ടുള്ളതും ആയ സംഘങ്ങൾ മേൽപ്പറഞ്ഞ തീയതി മുതൽ ഒരു വർഷത്തിനകം തങ്ങളുടെ പ്രവർത്തനപരിധി തങ്ങളുടെ ആസ്ഥാന ഓഫീസ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ താലൂക്കിൽ മാത്രമായി പരിമിതപ്പെടുത്തേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. Section 2(p) Registrar means the registrar of cooperative societies appointed under subsection 1 of section 3 and includes any officer of the state government on whom all or any of the powers of the registrar under this act are conferred. രജിസ്ട്രാർ എന്നാൽ ഈ നിയമപ്രകാരം രജിസ്ട്രാറുടെ അധികാരവിനിയോഗം പൂർണ്ണമായോ ഭാഗികമായോ ലഭിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരിലെ ഏതൊരു ഓഫീസറും ഉൾപ്പെടെ 3-ാം വകുപ്പിലെ 1-ാം ഉപവകുപ്പിന് വിധേയമായി നിയമിച്ചിട്ടുള്ള സഹകരണ സംഘം രജിസ്ട്രാർ എന്നാണ് അർത്ഥമാക്കുന്നത്. രജിസ്ട്രാറെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി പിന്നീട് നമ്മൾ പഠിക്കും. അടുത്ത സെക്ഷൻ 2(PA) റിക്രൂട്ട്മെന്റ് കമ്മിറ്റി means the committees constituted under section 80(b) for the purpose of conducting the selection and recruitment process of all categories of employees of Regional Cooperative Milk Producers Union. അതായത് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിലെ എല്ലാ വിഭാഗം എംപ്ലോയീസിനെയും റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി സെക്ഷൻ 80(b) വകുപ്പ് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള സമിതി എന്നാണ് അർത്ഥമാക്കുന്നത്. സെക്ഷൻ 2(PB) Regional Cooperative Milk Producers Union is a central society having Anand Pattern Primary Dairy Cooperative Societies as their members with the principal objective of undertaking procurement, processing and marketing of milk and milk products and to provide technical, financial and production input assistance to their member societies and dairy farmers within the area of operation comprising 2 or more revenue district. അതായത് മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊരു സെൻട്രൽ സൊസൈറ്റിയാണ്. അതിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ആനന്ദ് പാറ്റേൺ പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് മെമ്പേഴ്സ്. എന്താണ് പ്രധാന ഒബ്ജക്റ്റീവ്? പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും സംഭരണം, സംസ്കരണം, വിപണനം എന്നിവ ഏറ്റെടുക്കുകയും സാങ്കേതികമായും അതുപോലെ ധനപരമായും കൂടാതെ ഉൽപാദനത്തിന് ആവശ്യമായ സാമഗ്രികൾ അതിൻ്റെ അംഗസംഘങ്ങൾക്കും കൂടാതെ ക്ഷീരകർഷകർക്കും നൽകുന്ന ഒരു കേന്ദ്ര സംഘം എന്നാണ് അർത്ഥം. ഇവിടെ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്താണ്? ഒരു സെൻട്രൽ സൊസൈറ്റിയാണ്. അതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ആനന്ദ് പാറ്റേൺ പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അതിലെ മെമ്പേഴ്സ്. എന്താണ് പ്രധാന ഒബ്ജക്റ്റീവ്? പ്രൊക്യൂർമെൻറ്റ്, പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ആണ്. കൂടാതെ തന്നെ എന്തുകൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ടെക്നിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് പ്രൊഡക്ഷൻ ഇൻപുട്ട് അസിസ്റ്റൻറ്റ് ടു ദർ മെമ്പർ സൊസൈറ്റീസ് ആൻഡ് ഡയറി ഫാമേഴ്സ്. ഇവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? 2 or more റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനെ കുറിച്ച്, മിൽമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതലായി പഠിക്കും. സെക്ഷൻ 2(Q) റൂൾസ് മീൻസ് ദ റൂൾസ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട്. ഇവിടെ ചട്ടങ്ങൾ എന്നാണ് റൂൾസിൻ്റെ മലയാളം മീനിങ്.
ഇവിടെ എന്താണ് പറയുന്നത്? ഈ നിയമത്തിന് വിധേയമായി ആവിഷ്കരിച്ചിട്ടുള്ള ചട്ടങ്ങൾ എന്നാണ് അർത്ഥം. ചട്ടങ്ങൾ നമ്മൾ പ്രത്യേകം കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. എത്ര ചട്ടങ്ങളുണ്ട്? 201 റൂൾസ് ഉണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. സെക്ഷൻ 2 QA ഷെഡ്യൂൾഡ് കാസ്റ്റ് means the scheduled caste in relation to the state of Kerala as specified in the Constitution Order 1950. അതായത് 1950 ഭരണഘടനാ ഉത്തരവിൽ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് നിർദ്ദേശിച്ചിട്ടുള്ള പട്ടികജാതി എന്നാണ് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് സൊസൈറ്റികളൊക്കെ കേരളത്തിലുണ്ട്. സോ അവയെക്കുറിച്ച് പിന്നീട് പഠിക്കും. അടുത്തത് സെക്ഷൻ 2 QB ഷെഡ്യൂൾഡ് ട്രൈബ്സ് means the scheduled tribes in relation to the state of Kerala as specified in the Constitution Order 1950. തൊട്ടുമുകളിൽ പറഞ്ഞ പോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് പോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബും ഉണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ് എന്താണ്? പട്ടികവർഗം എന്നാണ് അർത്ഥം. അതായത് 1950 ഭരണഘടനാ ഉത്തരവിൽ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് നിർദ്ദേശിച്ചിട്ടുള്ള പട്ടികവർഗം എന്നാണ് അർത്ഥമാകുന്നത്. 2 QBA Social Cooperative Societies means primary cooperative societies formed for the welfare of social classes like differently abled persons, aged persons, transgenders, depressed persons or mentally challenged persons. അതായത് സാമൂഹിക സഹകരണ സംഘങ്ങൾ എന്നാൽ ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡറുകൾ, വിഷാദം ബാധിച്ച ആളുകൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ തുടങ്ങിയ സാമൂഹ്യ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിച്ച സഹകരണ സംഘങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. സെക്ഷൻ 2 QC സ്പെഷ്യൽ ഓഫീസർ മീൻസ് an officer not below the rank of an assistant registrar appointed by the registrar to take into custody the assets, liabilities of the society which secured registration without a bifurcation the area of operation of an existing society and to register new societies and to constitute committees as provided in section 28 of the act. സ്പെഷ്യൽ ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹത്തിൻ്റെ റാങ്ക് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? രജിസ്ട്രേഷൻ ലഭിച്ച ഒരു സൊസൈറ്റിയുടെ ആസ്തി ബാധ്യതകൾ ഏറ്റെടുക്കാൻ. എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടത്? വിത്തൗട്ട് ബൈഫർക്കേറ്റിംഗ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് സൊസൈറ്റി. നിലവിൽ ആ ഏരിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിൽ മാറ്റം വരുത്താതെ എന്ത് ചെയ്യണം? ഏതെങ്കിലും സൊസൈറ്റിയുടെ ആസ്തി ബാധ്യതകൾ ഏറ്റെടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. കൂടാതെ എന്തു ചെയ്യുന്നുണ്ട്? ടു രജിസ്റ്റർ ന്യൂ സൊസൈറ്റി, പുതിയ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുവാനും ആൻഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റീസ് ആസ് പ്രൊവൈഡ് ഇൻ സെക്ഷൻ 28 സെക്ഷൻ 28 പ്രകാരം പുതിയൊരു കമ്മിറ്റി രൂപീകരിക്കുവാനും ഒക്കെ ആരുടെ സഹായം ആവശ്യമാണ്? സ്പെഷ്യൽ ഓഫീസറുടെ സഹായം ആവശ്യമാണ്. ഇത് സെക്ഷൻ 28 എടുക്കുമ്പോൾ നമ്മൾ പഠിക്കും. ഇപ്പോൾ തൽക്കാലം എന്ത് പഠിക്കുക? സ്പെഷ്യൽ ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹം ഒരു ഓഫീസറാണ്. റാങ്ക് ഏതാണ്? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ആൻ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ. ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? രജിസ്ട്രാറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്തത് സെക്ഷൻ 2R സ്റ്റേറ്റ്. സ്റ്റേറ്റ് മീൻസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. അതായത് എന്താണ് പറയുന്നത്? കേരള സംസ്ഥാനം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ സ്റ്റേറ്റ് മീൻസ് എന്താണ്? സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. അതിൻ്റെ ഷോർട്ടായിട്ട് സ്റ്റേറ്റ് എന്ന് കൊടുത്തതേ ഉള്ളൂ. അടുത്ത സെക്ഷൻ 2RA കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ആൻഡ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് മീൻസ് an apex society having only primary cooperative agriculture and rural development banks as its members and functioning in accordance with the provisions contained in the Kerala State Cooperative Agriculture and Rural Development Bank Act 1984. 1984 കേരള സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നതുമായ ബാങ്ക് എന്നാണ് അർത്ഥമാക്കുന്നത്. സോ ഇവിടെ ഷോർട്ടായിട്ട് KSKB എന്ന് പറയും. ഇതൊരു എപ്പെക്സ് സൊസൈറ്റിയാണ്. മെമ്പേഴ്സ് ആരൊക്കെയാണ്? പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ് അവരുടെ മെമ്പേഴ്സ്.
ഏത് ആക്ട് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് 1984 ആക്ട് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. സെക്ഷൻ RC സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മീൻസ് ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 28B. അതായത് 28B വകുപ്പ് അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള സംസ്ഥാന സഹകരണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് അർത്ഥമാക്കുന്നത്. സെക്ഷൻ 28B എടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. സെക്ഷൻ 2S സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ മീൻസ് ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 89. അതായത് സംസ്ഥാന സഹകരണ യൂണിയൻ എന്നാൽ 89-ാം വകുപ്പ് പ്രകാരം സ്ഥാപിതമായ സംസ്ഥാന സഹകരണ യൂണിയൻ എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ സെക്ഷൻ 89 എടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. അടുത്തത് സെക്ഷൻ 2SA ട്രാൻസ്ഫറിംഗ് ബാങ്ക് മീൻസ് ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഇവിടെ ട്രാൻസ്ഫറിംഗ് ബാങ്ക് എന്താണ് അർത്ഥമാക്കുന്നത്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കാണ് ട്രാൻസ്ഫറിംഗ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് KCS ആക്ടിൽ പല ഭാഗങ്ങളിലും ട്രാൻസ്ഫറിംഗ് ബാങ്ക് എന്ന് പ്രത്യേക പാർട്ടുണ്ടാവും. സോ അങ്ങനെ ട്രാൻസ്ഫറിംഗ് ബാങ്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കാണ് വരിക. അത്രയും ഓർക്കുക. സെക്ഷൻ 2SP ട്രാൻസ്ഫർ ബാങ്ക് മീൻസ് ദ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആസ് ഡിഫൈൻഡ് അണ്ടർ ക്ലോസ് IA ഓഫ് ദിസ് സെക്ഷൻ. നമുക്കറിയാം IA എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കാണ്. ഇവിടെ പറയുകയാണ് ഈ വകുപ്പിൻ്റെ ക്ലോസ് IAയിൽ നിർവചിക്കപ്പെട്ട ജില്ലാ സഹകരണ ബാങ്ക് എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് KCS ആക്ടിൽ ചില ഭാഗങ്ങളിൽ ട്രാൻസ്ഫർ ബാങ്ക് എന്ന് പ്രത്യേകം പറയുന്നുണ്ടാവും. ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. 2T ട്രിബ്യൂണൽ മീൻസ് ദ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 81. അതായത് 81-ാം വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ട്രിബ്യൂണൽ എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ 81 എടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് മീൻസ് എ സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് having its area of operation in the urban areas and which undertakes banking business with the license obtained from Reserve Bank of India. ഇവിടെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? KCS ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാങ്കിങ് ലൈസൻസ് എവിടെ നിന്നാണ് ലഭിച്ചത്? RBI നിന്നാണ് ലഭിക്കുന്നത്. കൂടാതെ RBIയുടെ ഡയറക്റ്റ് കൺട്രോളിലാണ് ഏത് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എവിടെയാണ്? അർബൻ ഏരിയസിലാണ്. സെക്ഷൻ 2DAA അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി the principal objective of which is to undertake non-agricultural credit activities and to raise funds to be lent to its members with its area of operation confined to a municipality or a corporation. അതായത് അർബൻ സഹകരണ സംഘം എന്നാൽ പ്രവർത്തന പരിധി ഒരു മുനിസിപ്പാലിറ്റി അഥവാ കോർപ്പറേഷനിൽ പരിമിതപ്പെടുത്തിയതും മുഖ്യ ലക്ഷ്യം എന്താണ്? കാർഷികേതര വായ്പകൾ വിതരണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി ധനസമാഹരണം നടത്തുകയും അംഗങ്ങൾക്ക് വായ്പ നൽകുകയും ചെയ്യുന്ന സഹകരണ സംഘം എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് the restriction regarding the area of operation shall not be applicable to the existing urban cooperative societies. എന്നാൽ നിലവിലുള്ള അർബൻ സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തന പരിധി നിയന്ത്രണം ബാധകമായിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നതാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. എന്താണ് പ്രധാന ലക്ഷ്യം? അണ്ടർടേക്ക് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് കാർഷികേതര ആക്ടിവിറ്റീസിന് വായ്പ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പണം സ്വരൂപിക്കുകയും അത് അവരുടെ മെമ്പേഴ്സിന് കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഉദ്ദേശ ലക്ഷ്യം. അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എവിടെയാണ്? മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. കൂടാതെ ഒരു കാര്യം കൂടി പറയുകയാണ്, നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഏരിയ ഓഫ് ഓപ്പറേഷൻ്റെ റെസ്ട്രിക്ഷൻ ബാധകമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ TB വിജിലൻസ് ഓഫീസർ മീൻസ് ദ വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 68A. അതായത് വകുപ്പ് 68A അനുസരിച്ച്
നിയമിക്കപ്പെട്ടിട്ടുള്ള വിജിലൻസ് ഓഫീസർ എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ 68A എടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. To you, year means the period commencing on the first day of April of any year and ending with the 31st March of the succeeding year, or in the case of any registered society or class of registered societies, the accounts of which are made up to any other date with the previous sanction of the registrar, the year ending with such date. ഇവിടെ എന്താണ് പറയുന്നത്? വർഷം എന്നാൽ എന്താണ്? ഏതെങ്കിലും ഒരു വർഷം ഏപ്രിൽ 1-ാം തീയതി തുടക്കം ആരംഭിച്ച് അടുത്ത വർഷം മാർച്ച് 31-ാം തീയതി അവസാനിക്കുന്ന കാലം എന്നോ, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘങ്ങളുടെയോ സംഘവിഭാഗങ്ങളുടെയോ കണക്കുകൾ അവസാനിപ്പിക്കുന്നതിന് രജിസ്ട്രാറുടെ മുൻ അനുമതി ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും വർഷത്തെ അവസാന തീയതി എന്നും അർത്ഥമാക്കുന്നു. നോർമലി നമ്മൾ ഇയർ കണക്കൂട്ടുന്നത് എങ്ങനെയാണ്? ഏപ്രിൽ മുതൽ അടുത്ത മാർച്ച് വരെയാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു എക്സെപ്ഷൻ കൂടെ പറയുകയാണ്. ചില രജിസ്റ്റേർഡ് സൊസൈറ്റികൾ അല്ലെങ്കിൽ ക്ലാസ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റീസ് എന്താണ്, രജിസ്ട്രാറിൻ്റെ സാങ്ഷനോട് കൂടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇയർ എൻഡിങ് ഡേറ്റ് വേണമെങ്കിൽ മാറ്റം വരുത്താനുള്ള അധികാരം ആർക്കുണ്ട്? രജിസ്ട്രാറിനുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 2(v) യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് to promote entrepreneurship, new technology, innovations and startups with the objective to generate employment and income and the welfare of youth and having its area of operation within one district. അതായത് യുവജന സഹകരണ സംഘങ്ങൾ എന്നാൽ ഒരു ജില്ലയിൽ പ്രവർത്തന പരിധിയുള്ളതും തൊഴിലവസരങ്ങളും വരുമാനവും സൃഷ്ടിക്കുക, യുവജനക്ഷേമം എന്നീ ലക്ഷ്യങ്ങളോടെ സംരംഭകത്വം, പുത്തൻ സാങ്കേതികവിദ്യ, നൂതന കണ്ടുപിടുത്തങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് രജിസ്റ്റർ ചെയ്യപ്പെട്ട സഹകരണ സംഘം എന്നാണ് അർത്ഥമാകുന്നത്. തുടർന്നിറങ്ങുന്ന പുതിയ വീഡിയോയിൽ ഒരു വലിയ കമ്പാരിസൺ ടേബിളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. സോ അത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സാധിക്കും. കൂടാതെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാനുള്ള കോഡും അതിലുണ്ടാവും.